ആണല്ലോ പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയം. ഈ വഖഫിൽ നിയമം കൊണ്ടുവരുന്നു അല്ലെ ഭേദഗതി കൊണ്ടുവരുന്നു നമ്മൾ കേൾക്കുന്നു. നിലവിലുള്ള വഖഫ് നിയമം ഭേദഗതി ചെയ്യാനാണ് നരേന്ദ്രമോദി സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ ചെയ്താൽ എന്ത് മാറ്റങ്ങളുണ്ടാവും? വളരെ പ്രസക്തമായ ചോദ്യമാണ്. കാരണം ഇപ്പോൾ മുനമ്പ് സമരം നടക്കുമ്പോൾ വഖഫാണ്, വഖഫ് നിയമം കൊണ്ടൊക്കെയാണ് ഇത് സംഭവിച്ചതെന്ന് പരോക്ഷമായെങ്കിലും സ്വകാര്യമായെങ്കിലും നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾ പലരോടും സംസാരിക്കുന്നുണ്ട്, സമ്മതിക്കുന്നുണ്ട്. ഞാൻ മുനമ്പത്തിലെ വഖഫ് വിരുദ്ധ സമരം ചെയ്യുന്ന ആളുകളോട്, ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് ചോദിച്ചപ്പോൾ അവിടെ വന്ന പല നേതാക്കന്മാരും, പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയും സ്വകാര്യമായിട്ട് പറഞ്ഞു, ക്യാമറ മൈക്കൊന്നും വേണ്ട, കുഴപ്പമുണ്ട് കേട്ടോ, നിയമത്തിൻ്റെ കുഴപ്പമാണ്. അങ്ങനെ കുഴപ്പമുള്ള നിയമം മാറ്റാനാണ് കേന്ദ്രം തീരുമാനിക്കുന്നത്. അപ്പോൾ ഇവർ പറയുന്നത്, ഇപ്പോൾ പരസ്യമായി കുഞ്ഞാലിക്കുട്ടി സാഹിബ് മുതൽ ആളുകൾ പറയുന്നത്, പുതിയ ഈ പ്രശ്നമുണ്ടെങ്കിൽ നിയമം വന്നാൽ അതിന് പരിഹാരമൊന്നും ഉണ്ടാവില്ല, ഈ നിയമം മോദി കൊണ്ടുവരുന്നത് മുസ്ലിങ്ങളെ ദ്രോഹിക്കാനാണ്, അതുകൊണ്ട് നിങ്ങൾക്കൊരു ഗുണം ഉണ്ടാവത്തില്ല എന്നൊരു നറേറ്റീവ് ഇപ്പോൾ ഉണ്ടാക്കി വരുന്നുണ്ട്. ഇപ്പോൾ രാജ്യത്തേണ്ട 40,000-ഓളം കേസുകൾ വഖഫുമായി ബന്ധപ്പെട്ടുണ്ട്. അപ്പോൾ ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കളയരുത്. നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്ന മുഴുവൻ ജനങ്ങളും അറിഞ്ഞിരിക്കേണ്ടെന്ന, നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടെന്ന, ഇല്ലെങ്കിൽ ഭാവിയിൽ നമ്മൾ നിലവിളിക്കേണ്ടി വരും. ഞാൻ ഉദാഹരണം പറയാം. ഇന്നലെ എന്നെ അമേരിക്കയിൽ നിന്ന് ഒരാൾ വിളിച്ചു. ഞാൻ അദ്ദേഹത്തിൻ്റെ പേരും സ്ഥലവും പറയുന്നില്ല, എന്നാൽ പോലും സംഭവം പറയാം. അദ്ദേഹം വിളിച്ചിട്ട് വലിയ വിഷമത്തിൽ പറയുകയാണ്, അദ്ദേഹത്തിന് ഗുരുവായൂരിൽ 2 ഫ്ലാറ്റുകളുണ്ട്. ഈ ഫ്ലാറ്റുകൾ അദ്ദേഹം, അത് പാലക്കാടുകാരനാണ് അദ്ദേഹം, അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ അവിടെ മാത്രമേ ഉള്ളൂ, പ്രായം ചെന്ന മാതാപിതാക്കൾ. അദ്ദേഹം ഇത് ഓൺലൈൻ ആപ്പിന് കൊടുത്തിരിക്കുകയാണ്. ഓൺലൈൻ ആപ്പിന് കൊടുത്തിട്ട് അവരിങ്ങനെ വാടകയ്ക്ക് കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നലെ ഒരു വീഡിയോയിൽ പറഞ്ഞു, അച്ഛൻ മയ്യാറ്റിൽ അച്ഛൻ വന്നപ്പോൾ പറഞ്ഞു, അതായത് എനിക്ക് ഉടമസ്ഥാവകാശം വേണ്ട, ഞാനൊരു മുസ്ലിമാണെന്നിരിക്കൽ സിനുവിൻ്റെ ഫ്ലാറ്റിൽ വന്ന് താമസിക്കുന്നു, യു ആർ എ ഹിന്ദു, നിങ്ങൾ ഹിന്ദു ആയാൽ നിങ്ങളുടെ ഫ്ലാറ്റിൽ വന്ന് ഞാൻ താമസിച്ചിട്ട് കുറേ നാൾ താമസിക്കുകയാണ്, എന്നിട്ട് എനിക്ക് യൂസ് ഉണ്ട് അല്ലേ, അതെ, ഞാൻ യൂസ് ബൈ യൂസർ ഞാനിത് വഖഫിനാണെന്ന് പറഞ്ഞാൽ അത് വഖഫിനായി പോകും. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നിലവിലുള്ള നിയമത്തിൽ അങ്ങനെയുണ്ട്. നിയമത്തിൽ പല കുഴപ്പങ്ങളും ഉണ്ട്. അതിലൊരു കുഴപ്പം ഇതാണ്, നമ്മൾ മറ്റൊരുത്തൻ്റെ സ്ഥലം വാടകയ്ക്കെടുത്ത് അവിടെ താമസിക്കുകയോ കച്ചവടം നടത്തുകയോ ഒക്കെ ചെയ്തിട്ട് നമ്മളത് വാടക ഒഴിയുമ്പോഴോ അല്ലെങ്കിൽ മുറി വിട്ടു പോകുമ്പോഴോ ബൈ യൂസ് നമ്മൾ ഇത് വഖഫിനെന്ന് പറഞ്ഞാൽ വഖഫായി. കേട്ടുകഴിവില്ലാത്ത നിയമമാണ്. അത് കേട്ടിട്ട് അദ്ദേഹം പേടിച്ചിട്ടുണ്ട്. ഇന്നലെ എന്നെ രാത്രി US നിന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള നിയമങ്ങൾ ഇതിനകത്തുണ്ടെന്ന് പറഞ്ഞാൽ ആളുകൾക്ക് ഇതുവരെ വിശ്വാസമായിരുന്നില്ല, ഇപ്പോൾ വിശ്വാസമായി വരുന്നുണ്ട്. ഇതൊക്കെ മാറണം. ഇതൊക്കെ മാറാൻ വേണ്ടിയിട്ട് 40,000-ഓളം കേസുകളുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് റൈറ്റ് ടു പ്രോപ്പർട്ടി, നമുക്ക് സ്വത്തിനുള്ള അവകാശം ഭരണഘടനയിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ മൗലിക അവകാശങ്ങളിൽ ഉണ്ടായിരുന്നത് ഇന്ദിരാഗാന്ധി എടുത്തു കളഞ്ഞു. എന്നിട്ടിപ്പോൾ ഭരണഘടന അനുച്ഛേദം 300A ആർട്ടിക്കിൾ 300A പ്രകാരം അത് വെച്ചിട്ടാണ് നമ്മളൊക്കെ സ്വത്ത് അനുഭവിക്കുന്നത്. കാരണം അതിനകത്ത് പറയുന്നുണ്ട്, ആർക്കെങ്കിലും സ്വത്തുണ്ടെങ്കിൽ അത് സർക്കാർ എടുത്ത് കളയുകയാണെങ്കിൽ അത് നിയമ നടപടിയിലൂടെ മാത്രമേ, കോടതി വഴി മാത്രമേ, അല്ല ചുമ്മാതെ വന്നിട്ട് ഒരാളുടെ സ്വത്ത് റദ്ദാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഈ ദിവസം പ്രധാനപ്പെട്ട വാർത്ത, ഈ സ്വത്തുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിധി സുപ്രീം കോടതിയിൽ വന്നിട്ടുണ്ട്. 7-2 ആയിട്ടായിട്ട് തീരുമാനം എടുത്തു. ഭൂരിപക്ഷ വിധി എന്ന് പറയുന്നത് ഇങ്ങനെ തോന്നുംപടി എടുത്ത് കളയാനും പറ്റില്ല എന്ന് സ്ഥാനമൊഴിയുന്ന ചീഫ് ജസ്റ്റിസിൻ്റെ ഒരു വിധിയും വന്നിട്ടുണ്ട്. അത് പറയുന്നത്, അതായത് ഭൂമിയിൽ നമുക്കിപ്പോഴും ഭരണഘടനാ പ്രകാരം ചില അവകാശങ്ങളുണ്ട് നമുക്ക് ഓരോരുത്തർക്കും. പക്ഷേ എന്ന് സുപ്രീം കോടതി ആവർത്തിച്ച് പറയുമ്പോഴാണ് ഒരു കോടതിയുടെയും ഇടപെടില്ലാതെ ആർട്ടിക്കിൾ 300 പറയുന്നത്, ഭരണഘടന അനുച്ഛേദം 300 പറയുന്നത് വൊരാളുടെ സ്വത്തിൻ്റെ അവകാശം അയാൾക്ക് നഷ്ടപ്പെടുത്തണമെങ്കിൽ നിയമ നടപടിയിലൂടെ വേണം എന്ന് പറഞ്ഞാൽ കോടതി വഴിയാവണം എന്നാണ് ഭരണഘടന പറയുന്നത്. പക്ഷേ വഖഫ് ബോർഡ് കോടതിയല്ല. വഖഫ് ബോർഡിന് പക്ഷേ ഒരാളുടെ സ്വത്ത് പിടിച്ചെടുക്കാൻ ഒരു വഖഫിന് തോന്നിയാൽ, വഖഫ് നിയമത്തിലെ സെക്ഷൻ 40(1) പ്രകാരം വഖഫിന് തോന്നിയാൽ മതി, ഇത് ഞങ്ങളുടെയാണെന്ന് തോന്നിയാൽ പിടിച്ചെടുക്കാം. അതായത് ഭരണഘടന 300-ാം വകുപ്പ് പറയുന്നതിന് വിരുദ്ധമായി ഒരധികാരം വഖഫ് ബോർഡിനുണ്ട്. അതായത് ഭരണഘടനയേക്കാൾ വലിയ സ്ഥാപനമാണ്, അല്ലെങ്കിൽ ഭരണഘടനയ്ക്ക് പുറത്താണ് വഖഫ്. ഇങ്ങനെയാണ് വഖഫ് നിയമം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇതൊക്കെ മാറ്റാൻ ആണോ ഇപ്പോഴത്തെ പുതിയ നിയമ ഭേദഗതി കൊണ്ടുവന്നിരിക്കുന്നത്? അതുകൊണ്ട് നേരത്തെ ഞാൻ വിദേശത്ത് കഴിയുന്ന നമ്മുടെ സുഹൃത്തിൻ്റെ കാര്യം പറഞ്ഞത്, അദ്ദേഹത്തിന് ഭയമുണ്ട്. ആ ഭയം നിങ്ങളിൽ ഓരോരുത്തർക്കും ഉണ്ടാവണം. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇത് സംഭവിക്കാം, ഓരോരുത്തർക്കും സംഭവിക്കും. നമ്മളിപ്പോൾ തളിപ്പറമ്പിലെ കാര്യം പറഞ്ഞു, ഇനി വേറെ സ്ഥലങ്ങൾ നമ്മൾ പറയാൻ പോവുക. നിസാർ കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള
ഈ വസ്തുവകകൾ തർക്കത്തിലുള്ള വസ്തുവകകളുടെ കാര്യങ്ങൾ നമ്മൾ പറയാൻ പോവാം എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ടായിരിക്കും ഈ റിപ്പോർട്ട് പുറത്ത് വിടാത്തത്. അതെ, ഇതുവരെ ആ കമ്മീഷൻ റിപ്പോർട്ട് ഒരിടത്തും കിട്ടാനില്ല, ഒരിടത്തും കിട്ടാനില്ല. അത് പൂർത്തി സർക്കാർ അതിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ സെപ്പറേറ്റ് വേറെ പറയുന്നുണ്ട്. ഏതായാലും പ്രേക്ഷകർ നമ്മുടെ കൂടെ നിൽക്കുക. ഈ വീഡിയോ ഒരിക്കൽ കൂടി ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയുന്നു, ഈ വീഡിയോ നിങ്ങൾ ഇത്തിരി ലെങ്തി ആയാലും നിങ്ങൾ നിർബന്ധമായും കാണണം എന്ന് ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് സിനുവിൻ്റെ ചോദ്യം, എന്തൊക്കെയാണ് പുതിയ നിയമത്തിലെ ഭേദഗതികൾ എന്ന് പറയാം. അതാണ് പാർലമെൻറ്റിൻ്റെ 23-ാം തീയതി തുടങ്ങുന്ന പാർലമെൻറ്റിൻ്റെ സെഷനിൽ പാസ്സാക്കുമോ എന്ന് രാജ്യം മുഴുവൻ കാത്തിരിക്കുന്നത്. അതിൽ ഒന്ന്, ഇപ്പോൾ ഉള്ള വഖഫ് ബോർഡ് ഈ നിയമത്തിൻ്റെ പേര് മാറ്റുന്നു. അതാണ് ഒന്നാമത്തെ ഭേദഗതി. ഏകീകൃത വഖഫ് മാനേജ്മെൻറ്റ് എംപവർമെൻറ്റ് എഫിഷ്യൻസി ഡെവലപ്മെൻറ്റ് ആക്ട് എന്ന് പേര് മാറ്റും. ഓക്കെ, പേരെന്തോ ആവട്ടെ. ഇനി നോക്കാം. ഏറ്റവും പ്രധാന മാർഗം, അതായത് കുറഞ്ഞത് 5 വർഷമെങ്കിലും ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് മാത്രമേ ഇനി വഖഫ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് മുസ്ലിമിനെ വഖഫ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരാൾ മതം മാറി മുസ്ലിമായാൽ അയാൾ മുസ്ലിമായി 5 വർഷമെങ്കിലും കഴിഞ്ഞിരിക്കണം. മനസ്സിലായി? ഞാനിപ്പോൾ ഹിന്ദുവാണ്, ഞാൻ നാളെ മതം മാറി മുസ്ലിമായി, എന്നിട്ട് നാളെ എൻ്റെ പ്രോപ്പർട്ടി വഖഫ് ചെയ്താൽ വഖഫ് ആവത്തില്ല, 5 വർഷം കഴിയണം. അപ്പോൾ അതിന് സാധ്യതയില്ല. അപ്പോൾ എൻ്റെ മക്കൾക്ക് എൻ്റെ സ്വത്തിലുള്ള അവകാശം നഷ്ടപ്പെടില്ല. മനസ്സിലായില്ലേ? വീട്ടിലൊരുത്തൻ മക്കളോടുമൊക്കെ ദേഷ്യം വന്നിട്ട് എന്നാൽ നീയൊക്കെ ശരിയാവുന്ന കാണട്ടെ എന്നും പറഞ്ഞ് പോയി ഇസ്ലാമായാൽ അയാൾക്ക് വഖഫ് ചെയ്യാൻ പറ്റില്ല, 5 വർഷം കഴിയണം. ഏറ്റവും പ്രധാനപ്പെട്ടതല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഇതുകൊണ്ടുള്ള 2 ഗുണങ്ങൾ ഞാൻ ആദ്യം പറയാം. ഒന്ന്, ഈ നിയമത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് 95-ൽ 2013-ലും 95-ലുമായി കോൺഗ്രസ് സർക്കാർ കൊണ്ടുവന്ന നിയമത്തിലൂടെ പറയുന്ന മുസ്ലിം അല്ലാത്ത ആൾക്കും വഖഫ് ചെയ്യാം. ക്രിസ്ത്യാനിക്കും ചെയ്യാം, ഹിന്ദുവിനും ചെയ്യാം, സിഖുകാരനും ചെയ്യാം, ജൈനനും ചെയ്യാം, ബൗദ്ധനും ചെയ്യാം. മനസ്സിലായില്ലേ? മനസ്സിലായി. അതായത് ഒരാൾ വന്ന് പറയുക, നാരായണൻകുട്ടി എന്ന് പറഞ്ഞൊരാളുണ്ട്, വഖഫ് എന്ന് പറയുക, നാരായണൻകുട്ടി നിങ്ങളുടെ വസ്തുവകകൾ വഖഫിൻ്റെയാണ്. നാരായണൻകുട്ടിക്ക് എങ്ങനെ വഖഫാ? ഞാൻ ഹിന്ദു അല്ലേ, ഞാൻ രാവിലെ ഉച്ചയ്ക്കും രാവിലെയും വൈകിട്ടും അമ്പലത്തിൽ തൊഴാൻ പോകുന്നു, എൻ്റെ എങ്ങനെയാണ് വരുന്നത്? നിങ്ങളുടെ അച്ഛൻ്റെ പേര് മാധവൻ എന്നല്ലേ, മാധവൻ്റെ അച്ഛൻ്റെ പേര് കേശവൻ എന്നല്ലേ? കേശവൻ മരിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ മാധവൻ മരിക്കുന്നതിന് മുമ്പ് മാധവൻ പറഞ്ഞിരുന്നു, ഇതൊക്കെ എൻ്റെ സ്വത്തൊക്കെ ഞാൻ അള്ളാഹിക്ക് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു, അത് സുലൈമാനും കരിമനും സാക്ഷിയാണ് എന്ന് പറഞ്ഞാൽ വഖഫ് പോയി, കൊണ്ടുപോയി. ഇത് കേൾക്കുന്ന ക്രിസ്ത്യാനിയും ഹിന്ദു ഓർക്കണം, നിങ്ങളുടെ അച്ഛൻ അല്ലെങ്കിൽ അച്ഛൻ്റെ അച്ഛൻ ഇത് വഖഫിന് കൊടുക്കാവുന്ന വാക്കാൽ, ഡീഡ് വേണ്ട, വാക്കാൽ പറഞ്ഞിട്ടുണ്ട് എന്ന് 2 സാക്ഷികൾ പറഞ്ഞാൽ നിങ്ങളുടെ കിടപ്പാടം പോയി, നിങ്ങളുടെ കട പോയി, നിങ്ങളുടെ തോട്ടം പോയി, നിങ്ങൾക്ക് എന്തുണ്ടായാലും പോയി, നിങ്ങളുടെ പാടം പോയി, വയൽ പോയി, നിലം പോയി, എല്ലാം പോയി. ഇങ്ങനെ നിയമം കേട്ടിട്ടുണ്ടോ? അത് മാറ്റുകയാണ് നരേന്ദ്രമോദി സർക്കാർ ഈ നിയമത്തിലൂടെ ചെയ്യാൻ പോകുന്നത്. മുനമ്പകാരൻ്റെ പ്രശ്നം അവിടെ തീരില്ലേ? തീരും. അതായത് ഇസ്ലാം മതവിശ്വാസിക്ക് മാത്രമേ വഖഫ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് ഉടമയ്ക്ക് ആ വസ്തുവിന് ഉടമയ്ക്ക് അവകാശം ഉണ്ടാവണം. അതായത് നേരത്തെ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ ഒരു വാടക കടയെടുത്ത് നടത്തിയിട്ട് അത് ഞാൻ ബൈ യൂസ് വഖഫിന് കൊടുത്തിരിക്കുന്നത് പറഞ്ഞാൽ പള്ളി പറഞ്ഞാൽ മതി എന്ന് പറയും. ആ ഇസ്ലാം മത വിശ്വാസിയായിരിക്കണം പറഞ്ഞത് 5 വർഷം. അത് മാത്രമല്ല, അത് സംബന്ധിച്ച് അതിനകത്ത് അബ്സല്യൂട്ട് റൈറ്റ് ഉണ്ടായിരിക്കണം, ഉടമസ്ഥാവകാശം ഉണ്ടായിരിക്കണം. യൂസർ എന്ന പരിപാടി അവസാനിക്കും. അമുസ്ലിമിന് വഖഫ് ചെയ്യാം എന്ന പരിപാടിയും അവസാനിക്കും. അതൊരു വലിയ മാറ്റമാണ്, അടിമുടി മാറുകയാണ്. ഈ രാജ്യത്തെ മുസ്ലിം അല്ലാത്ത എല്ലാവർക്കും സമാധാനത്തോടെ വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റും, അവൻ്റെ സ്വത്ത് പോകത്തില്ല. ഈ നിയമപരിഷ്കരണം വേണോ സിനു? തീർച്ചയായിട്ടും വേണം. വേണ്ട എന്ന് പറയുന്നവരുടെ ഉദ്ദേശം എന്താണ്? ഇന്ത്യയിലുള്ള മുഴുവൻ മുസ്ലിം അല്ലാത്ത മുഴുവൻ ആളുകളുടെയും സ്വത്ത് പിടിച്ചെടുത്ത് വഖഫ് സ്വന്തമാക്കണമെന്നാണ് അവരുടെ ഉദ്ദേശം. അതിനെ ഈ നിയമപരിഷ്കരണം വേണ്ട എന്ന് പറയുന്ന പാർട്ടികളുടെ ഉദ്ദേശവും അത് തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ ഈ പാർട്ടിക്കാർ പറയുന്നത് ആളുകളുടെ മുന്നിലൊരു കണ്ണിപ്പൊടി ഇടുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞിട്ട് തട്ടിപ്പാണ്. ബില്ലെടുത്ത് വായിക്ക്, ഡ്രാഫ്റ്റ് വായിക്ക്, കൃത്യമായി പറയുന്നു. ഇനി അടുത്തത് വേറൊന്നുണ്ട്. ഒരു മുസ്ലിമിൻ്റെ അല്ലാത്ത പ്രോപ്പർട്ടി ദീർഘകാലം ആയി മുസ്ലിം ഉപയോഗിക്കുന്നു, അതുകൊണ്ട് അതിൽ അവകാശം കിട്ടും എന്ന് പറയുന്നത് മാറ്റും. കുടികിടപ്പില്ലേ, പഴയ കുടികിടപ്പിൽ അവിടെ കിടന്നു കഴിഞ്ഞാൽ 10 സെൻറ്റ് കിട്ടുമായിരുന്നു, 10 സെൻറ്റേ കിട്ടുള്ളായിരുന്നു. ഇതങ്ങനെയല്ല. ഒരു വസ്തു, നിങ്ങളുടെ വീട് നിങ്ങൾ ദീർഘകാലം ഒരാൾക്ക് വാടകയ്ക്ക് കൊടുത്തു, ഒരു മുസ്ലിമിന് ഒരു 15 വർഷമായിട്ട് ആൾ ഉപയോഗിക്കുക, അത് അയാൾക്ക് വഖഫിന് കൊടുക്കാം.
അതിൽ അവകാശം വരും അയാൾക്ക് എന്ന് പറയുന്ന വ്യവസ്ഥ മാറ്റും. പ്രയോജനമാണോ ഈ നാട്ടിലെ മുസ്ലിം അല്ലാത്ത ആളുകൾക്ക്? മുസ്ലിങ്ങൾക്ക് പ്രയോജനമാണ് നിലവിലുള്ള നിയമം. ഈ നിയമത്തിൽ ഭേദഗതി വരുമ്പോൾ ആർക്ക് പ്രയോജനമുണ്ട്? ഈ നാട്ടിലെ ഭൂരിപക്ഷം വരുന്ന 80% വരുന്ന ആളുകൾക്ക് ഗുണമുണ്ടാവും. തീർന്നില്ല. അടുത്തത്, മക്കൾക്കും അവരുടെ കാലശേഷം വഖഫായും ജീവകാരുണ്യ പ്രവർത്തനവുമായി നീക്കിവെക്കാം എന്നൊരു സംഭവമുണ്ട്. അതായത് ഒരാളുടെ പ്രോപ്പർട്ടി, ഒരു മുസ്ലിമിന് അയാളുടെ പ്രോപ്പർട്ടി അയാൾക്ക് മക്കൾക്ക് കൊടുക്കാം. മക്കളുടെ കാലം കഴിഞ്ഞാൽ അത് ജീവകാരുണ്യ പ്രവർത്തനത്തിന് പോകും എന്ന് പറഞ്ഞ് വഖഫിന് കൊടുക്കാം. എൻ്റെ മക്കൾ സുലൈമാനും സൈനബയും അവർക്ക് എൻ്റെ പ്രോപ്പർട്ടി എടുക്കാം. പക്ഷേ അവരുടെ കാലം കഴിഞ്ഞാൽ അത് വഖഫിന് പോകും. അപ്പോൾ ഈ സുലൈമാനും സൈനബയ്ക്കും ഇങ്ങനെ കിട്ടിയ പ്രോപ്പർട്ടി, ഇതിന് പറയുന്നത് വഖഫ് അലാൽ ഔലാദി എന്നാണ് പറയുന്നത്. ഇങ്ങനെ സുലൈമാനും സൈനബയ്ക്കും ഇബ്രാഹിമിൻ്റെ പ്രോപ്പർട്ടി കിട്ടി, മക്കൾക്ക് കിട്ടി. സുലൈമാനും സൈനബയും എന്ത് ചെയ്തു? ആ പ്രോപ്പർട്ടിയൊക്കെ ഡെവലപ്പ് ചെയ്തു, അവിടെ കെട്ടിടങ്ങളൊക്കെ പണിതു, അതിൻ്റെ വില കൂട്ടി. പക്ഷേ അവരുടെ കാലശേഷം അവരുടെ മക്കൾക്ക് കിട്ടത്തില്ല, അത് വഖഫിന് പോകും. മനസ്സിലായോ? ഇങ്ങനെ ചതിക്കപ്പെടുന്ന ഒരുപാട് മുസ്ലിംസ് ഇവിടെയുണ്ട്. ബിൽഡിംഗ് എല്ലാം കെട്ടി എല്ലാം റെഡിയാക്കി. മുത്തച്ഛൻ്റെ കാലത്ത്, അച്ഛൻ്റെ കാലത്ത് അവർക്ക് കിട്ടി, അവരത് ഡെവലപ്പ് ചെയ്തു, അവിടെ അവരുടെ വലിയ കെട്ടിടങ്ങളും ആശുപത്രിയൊക്കെ പണിതു. പക്ഷേ അവരുടെ മക്കൾക്ക് അനുഭവിക്കാൻ യോഗമില്ല. അങ്ങനത്തെ പരിപാടി, അങ്ങനത്തെ പിന്തുടർച്ചാവകാശം നിഷേധിക്കാൻ പുതിയ നിയമം വഴി കഴിയില്ല. മനസ്സിലായോ? അപ്പോൾ അതാരെ സഹായിക്കാനാ? വഖഫിൻ്റെ ചതിയിൽപ്പെടുന്ന പാവപ്പെട്ട മുസ്ലിമുകളെ സഹായിക്കാനാണ്. സാധാരണക്കാരായ മുസ്ലിങ്ങളെ ഇനി പറ്റിക്കാൻ പറ്റില്ല. തീർന്നില്ല. അടുത്തത്, സർക്കാർ വസ്തുക്കൾ വഖഫ് ഏറ്റെടുത്താൽ അത് റദ്ദാക്കും. ഇപ്പോൾ സൂറത്തിലെ മുനിസിപ്പാലിറ്റിയുടെ ഒരു കെട്ടിടം വഖഫ് പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. ഞങ്ങളുടെ ആണെന്ന് പറഞ്ഞത്. അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങൾ പാർലമെൻറ്റിന് നോട്ടീസ് കൊടുത്ത്, ഇന്ത്യൻ പാർലമെൻറ്റ്, പുതിയ പാർലമെൻറ്റ് മന്ദിരം നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ആയിരക്കണക്കിന് കോടി രൂപ മുടക്കി നിർമ്മിച്ച പാർലമെൻറ്റ് മന്ദിരം വഖഫിൻ്റെ ആണെന്ന് പറയുന്നത്. പാർലമെൻറ്റ് അവർ പിടിച്ചുകൊണ്ട് വഖഫ് എന്ന് ബോർഡ് വെക്കും. നടക്കില്ല. ആ നിയമത്തിലൂടെ അത് റദ്ദാക്കുന്നു. അത് സംബന്ധിച്ച് ഇനിയിപ്പോൾ ഉണ്ടെന്നറിയോ, ഈ ഇപ്പോൾ വഖഫ് നിയമമായിട്ട് ഒരു സ്ഥലത്തൊരു തർക്കം ഉണ്ട്. തർക്കം ഉണ്ടെങ്കിൽ അത് പോയിട്ട് റിപ്പോർട്ട് കൊടുക്കുന്ന ആരെന്നറിയോ? വഖഫിലെ ഉദ്യോഗസ്ഥന്മാരാണ്. ഇനി പറ്റില്ല. അത് സംബന്ധിച്ച് എന്തെങ്കിലും അവ്യക്തത ഉണ്ടെങ്കിൽ ഇനി റിപ്പോർട്ട് കൊടുക്കേണ്ട കളക്ടറായിരിക്കണം. തർക്കം ഉണ്ടെങ്കിൽ ഭൂമി അളക്കും. ആരാ അളക്കുന്നറിയോ? വഖഫിൻ്റെ സർവേ കമ്മീഷണർമാരാണ് ഇതുവരെ അളന്നുകൊണ്ടിരുന്നത്. ഇനി അത് പറ്റില്ല. അതിന് പകരം ജില്ലാ കളക്ടർ, ജില്ലാ സർവേയർ ഓഫീസിൻ്റെ സേവനം ഉപയോഗിച്ച് സർവേ നടത്തും. അപ്പോൾ സർക്കാർ സംവിധാനം ഉപയോഗിക്കുന്നു. സിനു എൻ്റെ വസ്തു പിടിച്ചെടുത്തു. അപ്പോൾ ഞാൻ പറയും എൻ്റെയാണ്, നിങ്ങൾ കൂടുതൽ എടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ സിനു പറയാണ്, ഞാൻ എൻ്റെ അളവുകാരനെ കൊണ്ട് അളപ്പിക്കും, എനിക്ക് നിധി കിട്ടുമോ? ഇല്ല, കിട്ടില്ല. അതുകൊണ്ട് അതുപോലെ പറയാണ്, ഒരുത്തൻ്റെ ഭൂമി വഖഫ് പിടിച്ചെടുത്താൽ അളക്കാൻ ഇനി വഖഫിൻ്റെ അളവുകാരൻ വരണ്ട, സർവേക്കാരൻ വരണ്ട. ജില്ലാ കളക്ടർ ജില്ലാ സർവേ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് അളക്കും. എന്നിട്ട് അതിൽ വ്യത്യാസം കണ്ട റവന്യൂ രേഖകളിൽ തിരുത്തൽ വരണം. ഇപ്പോൾ ഇത് പറയുന്നത് വഖഫ് ഒരു പ്രോപ്പർട്ടി പിടിച്ചെടുത്താൽ അത് അളക്കേണ്ടത് വഖഫിൻ്റെ സർവേയറാണ്. ഇനി തിരുത്തൽ, അതിനകത്ത് കുഴപ്പം കണ്ടാലും രേഖകളിൽ തിരുത്താൻ പാടില്ല. കുഴപ്പം കണ്ടാലും തിരുത്താൻ പാടില്ല. പിന്നെ ഇതിനെ അളക്കുന്നത് പ്രഹസനം, നാടകം, ആ പരിപാടി പറ്റില്ല. അളക്കുന്നത് സർക്കാർ സർവേയറായിരിക്കും. കുഴപ്പം കണ്ടാൽ രേഖകൾ തിരുത്തും. ഗുണം ചെയ്യുമോ സാധാരണക്കാരന്? തീർച്ചയായിട്ടും. ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഗുണം ചെയ്യുമോ? വലിയ ചേഞ്ച് ഉണ്ടാവും. ഇനി തീർന്നില്ല. ജില്ലാ കളക്ടർ, വഖഫ് ബോർഡ് എന്ന് പറഞ്ഞാൽ ഈ രാഷ്ട്രീയക്കാർ വെക്കുന്ന രാഷ്ട്രീയ പാർട്ടികളാണ്. സംസ്ഥാന വഖഫ് ബോർഡ് ഇപ്പോൾ CPM-കാരാണ് ഇവിടുത്തെ വഖഫ് ബോർഡ് ഇരിക്കുന്നത്. CPM നിയോഗിച്ചതാണ് സക്കീർ. ഈ സക്കീറിനുണ്ടല്ലോ ജില്ലാ കളക്ടറോട് എടേ ഇവിടെ വാടേ എന്ന് വിളിക്കാൻ അധികാരമുണ്ട്. ജില്ലാ കളക്ടറെയും രജിസ്ട്രാറേയും വിളിച്ചു വരുത്താൻ വഖഫ് ബോർഡിന് അധികാരമുണ്ട്. ഹാജരാവണമെന്ന് പറഞ്ഞാൽ ഇവരെന്ത് കോടതിയോ? ഒരു മതത്തിൻ്റെ അമ്പലക്കമ്മിറ്റി പോലത്തെ, നിങ്ങൾ കളിയാക്കൂലേ അമ്പലക്കമ്മിറ്റി എന്നുപോലെ ഉണ്ടാക്കുന്ന ഒരു കമ്മിറ്റിക്ക് ജില്ലാ കളക്ടറെ വിളിച്ചു വരുത്താം, ജില്ലാ രജിസ്ട്രാറെ വിളിച്ചു വരുത്താം. ഇനി പറ്റൂല നിയമഭേദഗതിയിലൂടെ. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സിനുവിൻ്റെ പ്രോപ്പർട്ടി ഞാൻ നോക്കുമ്പോൾ കൊള്ളാം. റോഡ് സൈഡിൽ MC റോഡോട് ചേർന്ന് ഒരു 15-20 സെൻറ്റ് ഉണ്ട്. അല്ല, ഒന്നാമത് ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് പണിതാൽ നല്ല കാശ് കിട്ടും. അപ്പോൾ ഞാൻ വന്നിട്ട് വഖഫ് ബോർഡ്, ഞാൻ വഖഫ് ബോർഡാണ്, ഞാൻ നോട്ടീസ് അയക്കുന്നത്, ഞാൻ ഏറ്റെടുക്കുന്നു. പിന്നെ നിങ്ങൾ പോയി തെളിയിക്കണം ഇപ്പോഴത്തെ നിയമപ്രകാരം. എനിക്ക് തോന്നിയാൽ
ഞാൻ വഖഫ് ബോർഡ്, എനിക്ക് തോന്നിയാൽ ആരുടെ വസ്തു ഏറ്റെടുക്കാം. തെളിയിക്കേണ്ടത് പിന്നെ നിങ്ങളാണ്. ആ നിയമം മാറും. വഖഫ് ബോർഡിന് സ്വമേധയാ തീരുമാനിച്ച് ഒരു പ്രോപ്പർട്ടിയും ഏറ്റെടുക്കാൻ പറ്റില്ല. മുനമ്പത്തെ പ്രശ്നം തീരുമോ? തീരുമല്ലോ. അതെ. എന്നിട്ടാണ് സതീശൻ പറയുന്നത്, CPM പറയുന്നത് ഈ നിയമം പാസ്സായാൽ മുനമ്പങ്കാരുടെ പ്രശ്നം തീരില്ല എന്ന്. ആരെ സഹായിക്കാൻ പറയുക? വഖഫിനെ സഹായിക്കാം അല്ലേ? വഖഫ് എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിന്റെ നിയമം തെറ്റാണെന്ന് അല്ല, പ്രചരിപ്പിക്കാൻ വഖഫിനെ സഹായിക്കാനാണ് അല്ലേ? ഇന്നലെ ജോഷി അച്ഛൻ പറഞ്ഞ വഖഫ് എന്ന് പറഞ്ഞാൽ എന്താ? അത് ഒരു മതമാണ് അല്ലേ? ആരെ സഹായിക്കാൻ? ഒരു മതത്തിനെ സഹായിക്കാനാണ് ഈ നിയമം. ഈ നിയമം മാറരുതെന്ന് പറയുന്നതും അതിനെ സഹായിക്കാനാണ്. ഇനി വഖഫ് ബോർഡിൻ്റെ കമ്മിറ്റികളുണ്ടല്ലോ, കമ്മിറ്റികളിൽ ഘടന എന്നറിയാം, മുഴുവൻ മുസ്ലിങ്ങളാണ്. ഒരു മതമണ്ട്, അത് ട്രിബ്യൂണലല്ല, ഒരു ട്രിബ്യൂണലിൽ ഒരു മതമണ്ഡലത്തിനെ വെക്കും. അതിൻ്റെ കാര്യം വരാം. മുഴുവൻ മുസ്ലിങ്ങളെ വെക്കും. ഏത് മുസ്ലിങ്ങളാണെന്നറിയോ? ഇന്ത്യയിൽ മുഴുവൻ വഖഫ് ബോർഡിലിരിക്കുന്ന മുസ്ലിങ്ങൾ സുന്നി മുസ്ലിങ്ങൾ മാത്രം. ഷിയ വെക്കില്ല. മാറും. പുതിയ ഭേദഗതി പ്രകാരം സുന്നി മാത്രമല്ല, ആഖാഖാനി, ഷിയ, ബോറി, അഹമ്മദിയ, ജമായത്തെ, ഇത്രയും വിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യം കൊടുക്കും. സുന്നികൾക്ക് കേരളത്തിലും ഇന്ത്യയിലും സുന്നികൾ മാത്രമല്ലോ, മറ്റു മുസ്ലിങ്ങളില്ലേ? മുസ്ലിം സഹോദരങ്ങൾ ആലോചിക്കണം. ഈ നിയമം വന്നാൽ സുന്നികൾക്ക് മാത്രമല്ല, ആഖാഖാനി, ഷിയ, ബോറി, അഹമ്മദിയ, ജമായത്തെ തുടങ്ങിയ വിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യം കൊടുക്കും. മുസ്ലിങ്ങൾക്ക് നല്ലതാണോ? നല്ലതാണ് അല്ലേ? അല്ല, മുസ്ലിങ്ങൾക്ക് പറഞ്ഞാൽ ഈ തീവ്ര ചിന്താഗതിക്കാർക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റില്ലല്ലോ. ബാക്കിയുള്ളവർക്ക് കൂടെ പ്രാതിനിധ്യം കിട്ടും. അപ്പം മുസ്ലിം സമുദായത്തിന് കൂടെ കുറച്ചുകൂടെ നീതി ഉറപ്പാക്കാൻ വേണ്ടി അതിനകത്ത് പ്രാതിനിധ്യം കൂട്ടും. ഇനി മാത്രമല്ല, അതിനകത്ത് 2 അമുസ്ലിമുകളെ വെക്കും, മുസ്ലിം അല്ലാത്ത 2 പേരെ കൂടെ വെക്കും. കാരണം നിങ്ങൾ ഏറ്റെടുക്കുന്ന ഭൂമി മറ്റുള്ളവരുടെ സമുദായത്തിൽപ്പെട്ടവരുടെ ഭൂമി ഏറ്റെടുക്കുന്നുണ്ട്. അതുകൊണ്ട് അതിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ എന്ത് വേണം? 2 മറ്റുള്ളവരും വേണം. അല്ലെങ്കിൽ കോഴിയെ കറി വെക്കണോ വെറുതെ വെക്കണോ എന്ന് തീരുമാനിക്കാൻ കുറുക്കന്മാർ തന്നെ ഇരുന്ന് കൂടി തീരുമാനിച്ചാൽ മതിയോ? പറ്റില്ല. അതുകൊണ്ട് 2 പേരെ വെക്കും. ഇനി നിങ്ങൾക്ക് ഏറ്റവും വെറുപ്പുള്ളൊരു കാര്യം ഇവിടെ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഒരു തരത്തിലും സമ്മതിക്കാത്ത കാര്യം എന്താണെന്നറിയോ? ഈ ബോർഡിൽ 2 മുസ്ലിം വനിതകളെ നിയമിക്കും. അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റില്ലല്ലോ. ഉൾക്കൊള്ളാം. കാരണം വനിതയ്ക്ക് സ്വത്തവകാശം ഇല്ല അല്ലേ? അതെ, സ്വത്തവകാശം വനിതയ്ക്കില്ല മുസ്ലിം നിയമപ്രകാരം. അങ്ങനെ ഇന്ത്യയിലെ സ്ത്രീകളെ, മുസ്ലിം സ്ത്രീകളെ സ്വത്തിന് പോലും അവകാശമില്ലാതെ മാറ്റി നിർത്തുന്ന സംവിധാനം അവസാനിപ്പിച്ചിട്ട് വഖഫ് ബോർഡിൽ ഇനി 2 വനിത വരാൻ പോവാ കമ്മിറ്റിയിൽ. മുസ്ലിം സ്ത്രീകൾക്ക് അറിയാവോ ഇത്? എന്നിട്ട് പറയുകയാണ് മുസ്ലിങ്ങളെ ചതി. മുസ്ലിങ്ങളെ എല്ലാ വിഭാഗത്തിനും പ്രാതിനിധ്യം കൊടുക്കും, സ്ത്രീകളെ ഉൾപ്പെടുത്തും, മുസ്ലിം സ്ത്രീകളെ. അത് സതീശൻ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? KC വേണുഗോപാൽ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഇല്ല. കള്ളം പറയാവര് അല്ലേ? ഇത്രയും പുരോഗമനപരമായ എല്ലാവർക്കും പ്രാതിനിധ്യം കൊടുക്കുന്നൊരു നിയമം ആണ് മുന്നോട്ട് വെച്ചിരിക്കുന്നതെന്ന് ഈ ഹൈബി ഇടം പറയുന്നുണ്ടോ മുനമ്പങ്കാരോട്? പറയുന്നില്ല. ഇല്ല. ഇനി ട്രിബ്യൂണൽ എന്ന് പറഞ്ഞാൽ റിട്ടയർഡ് ജഡ്ജി തീരുമാനിക്കുന്ന ട്രിബ്യൂണലാണെന്നാണ് പറയുന്നത്. ട്രിബ്യൂണലിൻ്റെ കോടതിയാണ്. എന്ത് കോടതിയാണെന്നറിയോ? അതിനകത്തൊരു മതപണ്ഡിതനെ വെക്കും കോടതിയിൽ. കോടതിയിൽ. അപ്പോൾ എന്ത് കോടതി അത്? മതക്കോടതിയാണ്. ആ പരിപാടി അവസാനിപ്പിക്കും. ട്രിബ്യൂണലിൽ ജുഡീഷ്യൽ ഓഫീസർ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. മതക്കോടതിയാകുന്ന പരിപാടിയില്ല. കാരണം ഇവിടെ അങ്ങനെ വേണ്ടെന്നേ. നിങ്ങൾ നിങ്ങളുടെ മതപരമായി ഇപ്പം പള്ളിക്കാർക്ക് പള്ളിക്കോടതിയുണ്ട്. അതെ, അത് പള്ളിയുടെ മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കാനാണ് ക്രിസ്ത്യാനികൾക്ക് പള്ളിക്കോടതി. അതല്ലാതെ നാട്ടിലെ കണ്ണവൻ്റെയൊക്കെ സ്വത്ത് ഏറ്റെടുക്കുന്നത് തീരുമാനിക്കാനല്ല പള്ളിക്കോടതി ഉള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ ഈ വഖഫ് ട്രിബ്യൂണൽ എന്ന് പറയുന്ന സാധനത്തിന് സർക്കാർ ശമ്പളം കൊടുക്കുന്നത് അല്ലേ? അവിടെ നിങ്ങൾ മതപണ്ഡിതനൊന്നും വെക്കണ്ട. സർക്കാർ അത് വേണ്ട. ഇനി മുതൽ മതപണ്ഡിതനില്ല. മതപണ്ഡിതനുള്ളപ്പോൾ അതെന്തിനാ ഇത് പൊതു ഖജനാവിൽ നിന്ന് പ്രവർത്തിക്കുന്ന കോടതിക്കകത്ത് കറക്കുന്ന ഏത് മതം നോക്കാതെ ആരുടെയും ഭൂമി ഏറ്റെടുക്കാവുന്ന ട്രിബ്യൂണലിൽ എന്തിന് മുസ്ലിം മത പണ്ഡിതൻ? ഇതാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അത് മാറ്റും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ട്രിബ്യൂണൽ ഒരു കാര്യം തീരുമാനിച്ചാൽ അത് അന്തിമമായിരിക്കും. അതിനെതിരെ കോടതിയിൽ പോകാൻ പാടില്ല. അതായത് സിനുവിൻ്റെ വസ്തു ഏറ്റെടുത്ത് ട്രിബ്യൂണൽ പറഞ്ഞു അത് വഖഫിൻ്റെ തന്നെയാണെന്ന് പറഞ്ഞാൽ കഴിഞ്ഞു, കഥ കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ഒരു കോടതിയിൽ പോകാൻ പറ്റില്ല. അതാണ് ഇപ്പോഴത്തെ നിയമം. അപ്പോൾ ഇന്ത്യയിൽ ഭരണഘടനയ്ക്ക് മാത്രമല്ല നമ്മുടെ ജുഡീഷ്യൽ സംവിധാനത്തിന് പാരലലാണ്, സമാന്തരമാണ് ട്രിബ്യൂണൽ. അത് പറ്റത്തില്ല. ബാക്കി എല്ലാ ട്രിബ്യൂണലും ഉണ്ട്. സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ, അതിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ജോലി സംബന്ധിച്ച തർക്കങ്ങളൊക്കെ നോക്കുന്നതാണ്. അതിൻ്റെ ട്രിബ്യൂണൽ വിധി വന്നാൽ
സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും പോവാം. ഗ്രീൻ ട്രിബ്യൂണൽ ഉണ്ട്, അതിൻ്റെ വിധിക്കെതിരെ അവിടെ പോവാം, സുപ്രീം കോടതിയിലൊക്കെ പോവാം. പക്ഷേ ഇതിനെതിരെ മാത്രം പോകാൻ പാടില്ല. മുസ്ലിങ്ങളുടെ ഒരു സാധനം വരുമ്പോൾ അതിനെതിരെ മാത്രം കോടതിയിൽ പോകാൻ പറ്റില്ല എന്നുള്ള വ്യവസ്ഥ എടുത്ത് തോട്ടിക്കളയും. എന്നിട്ടോ 90 ദിവസത്തിനുള്ളിൽ ട്രിബ്യൂണൽ ഉത്തരവ് വന്നു കഴിഞ്ഞാൽ 90 ദിവസത്തിനുള്ളിൽ അപ്പീൽ കൊടുക്കാം. എടാ, അപ്പം ഒരു വിധി വന്നു, ഒരു ട്രിബ്യൂണലിൻ്റെ വിധി കഴിഞ്ഞ് MACT-യിലെ മോട്ടോർ ആക്സിഡൻറ്റ് ക്ലെയിംസ് ട്രിബ്യൂണൽ, അതിൽ നമുക്ക് വിധി എതിരായാൽ നമുക്ക് അപ്പീൽ കൊടുക്കാമല്ലോ. അപ്പം ഈ ഒരു ട്രിബ്യൂണലിന് മാത്രം അപ്പീൽ പാടില്ല, മുസ്ലിമിൻ്റെ കാര്യമായതുകൊണ്ട് അവിടെ കൊണ്ട് തീരുകയാണ്. പള്ളി പറഞ്ഞാൽ മതി എന്നാണ് മോദി പറയുന്നത്. 90 ദിവസത്തിനകം ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുക്കാം എന്ന ഭേദഗതി വരും. നല്ലതാണോ? നല്ലതാണ്. ആർക്കാണോ നല്ലതല്ലാത്തത്? തീവ്ര ചിന്താധികാരായ മുസ്ലിം വഖഫ് വാദികൾക്ക് നല്ലതല്ല. അല്ലാത്ത ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും ബുദ്ധനും ജൈനനും ഒക്കെ സ്വീകാര്യമാണ്. അവർക്ക് വേണ്ടിയിട്ടാണിത്, അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി എന്താണെന്നറിയോ, ഇനിയിപ്പോൾ ഈ ഏറ്റെടുക്കുന്ന സാധനമൊക്കെ ഉണ്ടല്ലോ, അതിനൊരു രജിസ്റ്റർ ഇല്ല വഖഫ് ഏർപ്പെടുത്തിയത്. കർണാടകയിലെ കേസ് കണ്ടില്ലേ, 54,000 ഏക്കർ വഖഫ് ഏറ്റെടുത്തു. 27,000 ഏക്കർ ആരും കൊണ്ടുപോയെന്നറിയോ? രാഷ്ട്രീയക്കാരും കൊണ്ടുപോയി. വഖഫിന് ലാഭമാണ്. രാഷ്ട്രീയക്കാരുടെ കർണാടക ഭരിച്ച കോൺഗ്രസ് മന്ത്രിസഭ കാലാകാലങ്ങളിൽ വഖഫിന് വേണ്ടി 54,000 ഏക്കർ ഏറ്റെടുക്കാൻ സമ്മതിച്ചു കർണാടക വഖഫ് ബോർഡ്. എന്നുവെച്ചാൽ സർക്കാരിൻ്റെ ഒത്താശയോടെ ഏറ്റെടുത്ത് കഴിഞ്ഞിട്ട് അതിൽ 27,000 ഏക്കർ അതിന് സഹായിച്ച രാഷ്ട്രീയക്കാർക്ക് കൊടുത്തു. ആ കൂട്ടത്തിൽ ആരുടെ പേരുണ്ടെന്നറിയോ? ഖാർഗെയുടെ പേരുണ്ട്. ഖാർഗെക്ക് കൊടുത്തിട്ടുണ്ട് ഭൂമി. അത് സംബന്ധിച്ച റിപ്പോർട്ട്, അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് കർണാടക നിയമസഭയിൽ വെച്ചിട്ടുണ്ട്. കർണാടക AICCയുടെ ദേശീയ സെക്രട്ടറി, അതെ, കോൺഗ്രസ് അധ്യക്ഷൻ, ദേശീയ പ്രസിഡന്റ്. അപ്പോൾ എന്തിനാണ് കോൺഗ്രസ്സുകാർ ഇങ്ങനെ ചാടിയിരിക്കുന്നത്? വഖഫിന് കുറേ ഭൂമി കിട്ടും, വഖഫ് ഏറ്റെടുക്കും, അതിൻ്റെ ഒരു പെർസെൻറ്റേജ് അവർക്ക് കൊടുക്കും എന്ന് സംശയിച്ച് തെറ്റുപറ്റു. എങ്ങനെ ഖാർഗെക്ക് വഖഫിൻ്റെ ഭൂമി കിട്ടി? അപ്പോൾ അതുകൊണ്ട് ഇനി ഏറ്റെടുക്കുന്ന ഭൂമിക്ക് രജിസ്റ്റർ ഉണ്ടാവും, അതിനൊരു ഡാറ്റാബേസ് ഉണ്ടാവും. വഖഫിന് എവിടെയൊക്കെ സ്ഥലമുണ്ടെന്ന് സെൻട്രലൈസ്ഡ് ആയിട്ടൊരു ഡാറ്റാബേസ് ഉണ്ടാവും. ഇനി ഇത് നോക്കുന്ന ട്രസ്റ്റിമാരുണ്ട്, വഖഫ് പ്രോപ്പർട്ടി ട്രസ്റ്റിമാർ, മുത്തവല്ലിമാരെന്ന് പറയും. ഈ മുത്തവല്ലിമാർ ഓരോ മാസവും വരവ് ചെലവ് കണക്ക് അറിയിക്കണം, വാർഷിക കണക്ക് അറിയിക്കണം. അതിനുവേണ്ടി ഒരു വഖഫ് പോർട്ടൽ ഉണ്ടാവും, അതിൽ കൃത്യമായി അറിയിച്ചുകൊണ്ടിരിക്കണം. അതായത് വാടക പിരിക്കുന്നത് ഒക്കെ ഉണ്ടല്ലോ, കിട്ടുന്നത്, അത് പോക്കറ്റിലിരുന്ന പരിപാടി അവസാനിക്കും. ബുദ്ധിമുട്ടല്ലേ? തട്ടിപ്പെല്ലാം തിക്കും. പിന്നെ ഇപ്പോൾ കയ്യേറ്റമുണ്ടായാൽ ഒഴിപ്പിക്കുന്ന ആരാന്നറിയോ? വഖഫ് ട്രിബ്യൂണലാണ്. അത് പറ്റൂല. ഇനി മുതൽ ജില്ലാ കളക്ടർമാരായിരിക്കും ഒഴിപ്പിക്കുക. അപ്പോൾ ഈ വഖഫുകാരെ മൊത്തത്തിൽ ചുറ്റുമടഞ്ഞ് പിടിക്കുകയാണല്ലേ? അങ്ങനെ പറയാൻ പറ്റുമോ? അല്ല, ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്ക് ഈ രാജ്യത്ത് ജീവിക്കാനുള്ള അവകാശം ഉറപ്പാക്കുകയാണ്. അതാ പറഞ്ഞത്. അപ്പോൾ ഈ ഇവരുടെ തെറ്റായ നിലപാടുകളെല്ലാം പൊതുജന മധ്യത്തിൽ തുറന്നു കാണിക്കപ്പെടുകയാണ്. അല്ല, ഇതാരാ ഉണ്ടാക്കിയത് ഈ നിയമം? കോൺഗ്രസ്സുകാർ. അതിനൊത്താശ നിന്ന് ആരാണ്? ഇവിടുത്തെ CPM പരസ്യമായി പറയുന്നുണ്ട്. ജയരാജൻ്റെ വിവാദമായ ഇപ്പോൾ ഇറങ്ങിയ പുസ്തകത്തിൽ 10 പേജുകൾ പറയുന്നത് കേരളത്തിലെ വഖഫിൻ്റെ ഭൂമി പിടിക്കാൻ സംരക്ഷിക്കാൻ വേണ്ടി CPM എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, മുനമ്പത്ത് ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, വഖഫിന് ആ ഭൂമി കിട്ടാൻ വേണ്ടി CPM പരസ്യമായി, CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും കേരളത്തിലെ ഏറ്റവും പ്രമുഖ നേതാവുമായ P. ജയരാജൻ അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇടതും വലതും കൂടി ആരെയാണ് സഹായിച്ചുകൊണ്ടിരിക്കുന്നത്? ഇസ്ലാമിനെ, അല്ലേ? അതുകൊണ്ടാണ് ജോഷി മയ്യാറ്റിൽ അച്ഛൻ ഇന്നലെ നമ്മൾ ടെലികാസ്റ്റ് ചെയ്ത 2 വീഡിയോയിലും പറയുന്നത് IS പോലും ഇത്ര ഭീകരമായ ഒരു നിയമം ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച തല വലിയതാണ്. അതെ, വലിയ തലയാണ്. ആലോചിച്ചുറപ്പിച്ച് ഇന്ത്യയിൽ ഭൂരിപക്ഷം ഹിന്ദുക്കളുള്ള മുസ്ലിം രാജ്യങ്ങൾ, ബാക്കി എല്ലായിടത്തും മുസ്ലിം രാജ്യങ്ങളിൽ ഭൂരിപക്ഷം മുസ്ലിങ്ങളുള്ള ഇസ്ലാമിക രാജ്യമാണ്. നേരെ തിരിച്ച് ഭൂരിപക്ഷം ഹിന്ദുക്കളായിരിക്കും. ഹിന്ദുക്കളുടെ കൂടെ സിഖുകാരും ക്രിസ്ത്യാനിയും എല്ലാം കൂടെ കൂടി അത് മഹാഭൂരിപക്ഷമാകും. പക്ഷേ രാജ്യം ഇസ്ലാമിൻ്റെ ആയിരിക്കും, ഭൂമി ഞങ്ങളുടെ ആയിരിക്കും. അപ്പോൾ ഡയറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ പോയാൽ ഇന്ത്യ ഇസ്ലാമിക രാജ്യമാക്കാൻ പറ്റില്ല. അതിനുവേണ്ടി ആലോചിച്ചുറപ്പിച്ച് 95-ലും 2013-ലും കൊണ്ടുവന്ന ഭേദഗതികളുടെ ഫലമാണ് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്നത്. ഇത് കേട്ടിരിക്കുന്ന ആളുകൾ ഓർക്കണം, നിങ്ങൾക്കൊരു നോട്ടീസ് നിങ്ങളുടെ ഭൂമി വഖഫ് ഏറ്റെടുത്തിട്ടുണ്ടോ ഇല്ലേ എന്ന് നിങ്ങളറിയില്ല. നോട്ടീസ് പോലും കൊടുക്കണ്ട, വഖഫ് അംഗം ആണെന്ന് പറഞ്ഞ് രജിസ്റ്റർ കാണിച്ചാൽ മതി. നമ്മളെ ഇറക്കി വിടാൻ വരുമ്പോഴായിരിക്കും അറിയുള്ളൂ. ഇപ്പോൾ വളരെ കംഫർട്ടബിളായിട്ട് വീട്ടിലിരിക്കുന്ന സുഖിമാന്മാരോട് പറയുക, ഇത് നിങ്ങളുടെ വീട്ടുവാതുക്കൽ വന്നു മുട്ടും, ഇന്നല്ലെങ്കിൽ നാളെ ഉറപ്പായും മുട്ടും. മുട്ടാതിരിക്കാനാണ്
മോദി സർക്കാർ ഈ ബില്ല് പാർലമെന്റിൽ കൊണ്ടുവരുന്നത്. അപ്പോഴത്തേക്ക് ഇവിടെ പറയുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കും, ജയിൽ നിറയ്ക്കും, വേണ്ടി വന്നാൽ തെരുവിലിറങ്ങും, കലാപം നടത്തും, രാജ്യം കത്തിക്കും, ഉറപ്പായും കത്തിക്കും ഇവര്. ഈ ബില്ല് പാർലമെന്റിൽ നോക്കൂ, അടുത്ത 23-ാം തീയതി ആരംഭിക്കുന്ന വിന്റർ സെഷനിൽ ഈ ബില്ല് പാർലമെന്റിൽ പാസ്സാക്കുമെന്ന് ഉറപ്പായാൽ രാജ്യം മുഴുവൻ കലാപം ഉണ്ടാക്കും. അപ്പോൾ നിങ്ങൾ ഇത് കേട്ട് വീട്ടിയിരിക്കും. ഇത്തവണ ഈ CAA സമരം പോലെ. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇതൊക്കെ മനസ്സിലാക്കുന്ന ആളുകൾ കർണാടക അവർ കാണിച്ചു കൊടുത്തു. സ്വന്തം കിടപ്പാടം നഷ്ടപ്പെടുന്ന ഒരു നിയമം വന്നിട്ട് അതിനെതിരെ കലാപത്തിന് തെരുവിലിറങ്ങാൻ തീരുമാനിച്ചാൽ ഒപ്പം എതിരെ തെരുവിലിറങ്ങാനും ഇത്തവണ ആളുണ്ടാവും. കേരളത്തിലുണ്ടാവത്തില്ല. സഖാക്കളും അല്ല, അവരെയൊക്കെ പറയുന്ന കാര്യം ഇപ്പോൾ തന്നെ മുൻപത്തെ ജനതയുടെ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടിട്ട് നമുക്ക് മനസ്സിലാകുന്നില്ലേ. അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേര് ഇപ്പം സോഷ്യൽ മീഡിയയിലൂടെ നേരിട്ടും ഒക്കെ ആയിട്ട് വളരെ പിന്തുണയുണ്ട്. മറ്റ് ജില്ലകൾ ഇപ്പോൾ കോഴിക്കോട് നിന്നും അതുപോലെ തന്നെ തെക്കൻ ജില്ലകളിൽ നമ്മളൊന്നും പറഞ്ഞില്ലേ, നമ്മൾ തൊട്ട് മുമ്പ് ഒരു വീഡിയോ ചെയ്തല്ലോ തളിപ്പറമ്പിലെ കാര്യം. തളിപ്പറമ്പിലെ അടുത്ത ഡീറ്റെയിൽസ് ഉള്ള ഒരു വീഡിയോ നമ്മൾ ഉടനെ ചെയ്യുന്നുണ്ട്. 2 മണിക്കൂറിന് നമ്മുടെ അടുത്ത വീഡിയോ വരും. തളിപ്പറമ്പിലെ എവിടെയൊക്കെ ഏതെല്ലാം സ്ഥലങ്ങൾ പോകും എന്നത് കാണിച്ചുള്ള വീഡിയോ ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോവാം ഇതിൻ്റെ പിന്നാലെ. അപ്പോൾ എല്ലായിടത്തും ആളുകൾ ഇത് ബോധവൽക്കരിച്ച് വരുന്നുണ്ട്. അതിനകത്ത് നമുക്ക് ചെറുതല്ലാത്തൊരു ചരിതാർത്ഥ്യം നമുക്കുണ്ട്. കാരണം ഒരു 6 മാസങ്ങൾക്ക് മുമ്പ് ഇങ്ങനൊരു പ്രശ്നമുണ്ട് എന്ന് മലയാളത്തിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് ABC മലയാളം. നമ്മളാണ് ഈ ടേബിളിലിരുന്ന് സംസാരിച്ചത്. ഇപ്പോഴും മുൻപത്തേർ അതിന് നന്ദിയോടെ പറയുന്നുണ്ട്, നിങ്ങളന്ന് തുടക്കം കുറിച്ചുകൊണ്ടാണ് ഞങ്ങൾക്ക് വലിയ പിന്തുണ കിട്ടിയത്, നമുക്കൊരു ചെറിയ പങ്ക് അത്. പക്ഷേ ഇത് ജനങ്ങളുടെ ഈ രാജ്യത്തിൻ്റെ പ്രശ്നമാണ്. ഇന്ത്യയായി നിൽക്കാനുള്ള പ്രശ്നമാണ്, മുൻപത്തെ പ്രശ്നം മാത്രമല്ല. അതുകൊണ്ട് പണ്ട് പറയുമല്ലോ, അവരെ തേടിയെടുത്തി, മറ്റവരെ തേടിയെടുത്തി, അവസാനം കമ്മ്യൂണിസ്റ്റുകാരെ തേടിയെത്തി എന്ന് പറഞ്ഞ് കമ്മ്യൂണിസ്റ്റുകാർ വീമ്പിളക്കുന്നൊരു പ്രയോഗമുണ്ട്. അല്ലയോ സഖാക്കളെ, പ്രിയപ്പെട്ട കോൺഗ്രസ്സുകാരെ, നിങ്ങളുടെ വീടിൻ്റെ മുന്നിൽ വന്നവർ മുട്ടും. ഇറാനിൽ ഷാ സർക്കാരിനെ അട്ടിമറിച്ച് മതഭരണം അയത്തുള്ള ഖൊമൈനിയുടെ ഭരണം വരാൻ വേണ്ടി കൂട്ടുനിന്നുകൊണ്ട് 107ഓളം, അത് സബ്ജക്റ്റ് ടു കറക്ഷൻ എണ്ണം, കമ്മ്യൂണിസ്റ്റ് കൗൺസിലർമാരായിരുന്നു. മതഭരണം ചെന്നപ്പോൾ ആദ്യം ചെയ്തതെന്നറിയോ? ഈ 107 പേരെയും കൊന്നുകളഞ്ഞു. അതാണ് ആദ്യം ചെയ്തതാണ്. എവിടെയൊക്കെ മുസ്ലിം ഭരണകൂടം വരുമ്പോൾ CPM പിന്തുണയ്ക്കുന്നുണ്ടോ അവിടെയൊക്കെ അവർ ആദ്യം ചെയ്ത് അവരെ തെറ്റുകളയും. അതുകൊണ്ട് വീട്ടിൽ സുഖമായിട്ടിരിക്കുന്നിടത്തും വീട്ടിൻ്റെ വാതിക്കൽ വഖഫ് വന്ന് മുട്ടും. ഈ ബില്ല് പാസ്സായില്ലെങ്കിൽ മുട്ടാനാ മുട്ടുമ്പോൾ ആളുകൾ പ്രതികരിക്കുമെന്നറിയാൻ അതൊരു വലിയ സംഭവമല്ലേ. കലാപാഹ്വാനം ചെയ്തെന്ന് പറഞ്ഞ് കേസെടുക്കും. അങ്ങനെ ഈ മുട്ടുക എന്ന് പറയുന്നവരെ കാത്തിരിക്കാതെ ജനങ്ങൾക്ക് തെരുവിലിറങ്ങാമല്ലോ, പ്രതിഷേധിക്കാമല്ലോ. മുനമ്പത്തുകാർ കാണിക്കുന്നുണ്ടല്ലേ അവിടെ. നിങ്ങൾ പറയുന്ന പോലെ ആ വേളാങ്കണ്ണി പള്ളിയിൽ ഞാൻ പോയി കഴിഞ്ഞ ഞായറാഴ്ച. അവിടെ വന്നിരിക്കുന്നത് ക്രിസ്ത്യാനി മാത്രമല്ല, ഹിന്ദുക്കളുണ്ട്. SNDP അവിടെ സമരത്തില്ല, ധീവര സഭ സമരത്തിലാണ്. പക്ഷെ അവരെല്ലാം കൂടെ വേറെ സമരം ചെയ്യാതെ ഒരുമിച്ചിരിക്കുകയാണ്. ആ ഐക്യമാണ് വേണ്ടത്. ഈ നാട്ടിൽ ഹിന്ദുവും ക്രിസ്ത്യാനിയും വേറെ ആരെങ്കിലും ഉണ്ടോ? നമ്മുടെ നാട്ടിൽ ബുദ്ധമതക്കാരൊക്കെ ഉണ്ടോ? ഉണ്ടെങ്കിൽ അവരെല്ലാം ചേർന്ന് ഈ കരാള നിയമത്തിനെതിരെ ഒന്നിച്ചു നിൽക്കുകയും കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന നിയമ ഭേദഗതി പാസ്സാക്കാൻ ശബ്ദമുയർത്തുകയും അതിനെ പാസ്സാക്കാതിരിക്കാൻ നിലപാടെടുക്കുന്ന ആളുകളെ ചുണ്ണാമ്പ് തൊട്ട് മാറ്റി നിർത്തുകയും സമയം കിട്ടുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വലിയ അപാരമായ ഒരു ശക്തിയുണ്ട്, ഈ ചൂണ്ടുവിരലിൻ്റെ ശക്തി അല്ലേ? അതെ. അതുകൊണ്ട് കുത്തി മലർത്താൻ നിങ്ങൾക്ക് പറ്റും. ബാലറ്റ് പേപ്പറിലൂടെ പോളിംഗ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ കാത്തിരിക്കണം, മറക്കാതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.